ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഫ്രൈയിങ് പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കപ്പോൾ പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് റെഡിയാക്കുന്നതെന്ന്. കീപ് വാച്ചിങ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 3 പഴം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം സ്ലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയെങ്കിലും ഒരു തിക്നെസ് വേണം, തീരെ അങ്ങ് കനം കുറഞ്ഞു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ ഏത്തക്ക വേണമെങ്കിലും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഫ്രൈയിങ് പാൻ എടുക്കാം. ഈ ഫ്രൈയിങ് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഈ ഫ്രൈയിങ് പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഒരുപാട് കൂടി പോകണ്ട, ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള അളവിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഗ്രീസ് ചെയ്ത ഈ ഫ്രൈയിങ് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല ഈവനായിട്ട് നമുക്ക് ഈ ഫ്രൈയിങ് പാനിൻ്റെ ബേസിലെല്ലാം നല്ല ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം നമുക്കിതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ പഴമെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് ഒരു റൂം ടെമ്പറേച്ചറിലുള്ളൊരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് നമുക്കൊരു വിസ്കോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു വിസ്കോ ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണാണെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് നല്ലപോലെ പതഞ്ഞ് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. മുട്ട നല്ല പതഞ്ഞ് വന്ന് പേൽ യെല്ലോ കളർ ആകുമ്പോഴത്തേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വാനില എസൻസൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഈ അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇത് ഇനി നമുക്ക് ഈ വിസ്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു കേക്ക് ബാറ്ററിൻ്റെ ഫോമിലാക്കി എത്തിക്കണം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ലതായിട്ട് നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് ഇനി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൈയിങ് പാൻ എടുക്കാം. ഇനി ഈ പാനിലേക്ക് നമ്മളുടെ ബാറ്റർ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതിന് ഈ ബാറ്റർ നല്ലപോലെ ഒരു സ്പാച്ചില വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഈ ബാറ്ററിൻ്റെ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ സൈഡുകളിലെല്ലാം നല്ല ഈവനായിട്ട് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളിവിടെ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പ്രാവശ്യം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട്. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ലോ ഹീറ്റിൽ ഇട്ടിട്ടുള്ള സ്റ്റൗ ടോപ്പിലേക്ക് തന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം. കവർ ചെയ്ത് വെച്ചതിന് ശേഷം ലോ ഹീറ്റിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ എടുക്കും ഇതൊന്ന് റെഡിയായി വരാനായിട്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. എന്നിട്ടൊരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ക്ലീൻ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമഴ്ത്തി ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ഇതേ പാൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ബട്ടറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഈ പാൻ ഒന്നും കൂടി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ താഴെ ആകത്തക്ക രീതിയിൽ അതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ടോപ്പ് പോർഷൻ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ലോ ഹീറ്റിൽ നമുക്കിതൊന്നും കൂടെ ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് റെഡിയാകാൻ വേണ്ടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൗഡേർഡ് ഷുഗർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഈ കേക്ക് നമുക്കൊന്നെങ്കിൽ ഒരു സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് നമ്മളിവിടെ ഫ്രൈങ് പാനിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ മുകളിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.